നമസ്കാരം, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഒരു പുതിയ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇന്ത്യ വിക്സ് 18.49% വർദ്ധിച്ച് 21.63 വെള്ളിയാഴ്ച ക്ലോസ് നടത്തി. ലാസ്റ്റ് ആഴ്ച നിഫ്റ്റി 590 പോയിന്റിന്റെ ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. എന്നിരുന്നാൽ പോലും ഇന്ത്യ പാക് ബോർഡർ ടെൻഷൻസും നിഫ്റ്റിക്ക് 24,000 എന്ന റേഞ്ചിന് മോളിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയത് ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും 16 ദിവസമായി കണ്ടിന്യൂ ആയി FIIs നമ്മുടെ മാർക്കറ്റിൽ നടത്തിക്കൊണ്ടിരുന്ന ബൈയിങ്ങിന് വെള്ളിയാഴ്ച ഒരു താൽക്കാലികമായിട്ടാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ ഒരു സ്റ്റോപ്പ് കണ്ടു. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 3,798.71 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ നടത്തിയത്. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 7,277.74 കോടി രൂപയുടെ ബൈ നടത്തി. ഈ ഹ്യൂജ് ബൈയിങ് നമ്മുടെ മാർക്കറ്റിനെ ഹോൾഡ് ചെയ്യുവാൻ ഏറെ സഹായിച്ചു. ഇനി ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുമെന്ന് നോക്കാം. ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടി നമുക്ക് അറിയുവാൻ സാധിച്ചു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു എന്ന്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ ഹെൽപ്പ് ചെയ്യും. കാരണം ലാസ്റ്റ് 3 ആഴ്ച കൊണ്ട് നമ്മുടെ മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ച നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. ഇന്ന് ഇൻഡോ പാക് ഒഫീഷ്യൽസ് തമ്മിൽ ഒരു ചർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. ചർച്ച ശുഭകരമായി അവസാനിക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റിൽ ഒരാഴ്ചയെങ്കിലും കുറഞ്ഞത് അനിശ്ചിതത്വം നിലനിൽക്കാൻ ചാൻസ് ഉണ്ട്. കാരണം പാകിസ്ഥാൻ എന്നൊക്കെ ഇന്ത്യ ആക്രമിക്കാൻ വന്നു, വെടിനിർത്തൽ കരാറുകൾ പാലിക്കാൻ വന്നുവോ അന്നൊക്കെ അതിനുശേഷവും പാകിസ്ഥാൻ അതൊക്കെ ലംഘിക്കുന്നതായിട്ട് പാസ്റ്റ് ഹിസ്റ്ററികൾ തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പാകിസ്ഥാനെ പരിപൂർണമായിട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റും അതിനെ കാര്യമായി തന്നെ ഒരാഴ്ചയെങ്കിലും മാർക്കറ്റും സമയമെടുക്കും ഈ കരാറുകളൊക്കെ ആയിട്ട് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട്. തന്മൂലം തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കിർലോസ്കർ Q4 റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 417% വളർച്ച രേഖപ്പെടുത്തി. ധനലക്ഷ്മി ബാങ്കിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 28% വളർച്ച രേഖപ്പെടുത്തി. നെറ്റ് പ്രോഫിറ്റ് 776% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ഭാരത് ഫോർജ് കമ്പനിയുടെ റവന്യൂവിൽ 7% ഇടിവ് രേഖപ്പെടുത്തി. ഏഞ്ചൽ വൺ ആൻഡ് നൗമ വെൽത്ത് മാനേജ്മെന്റ്, ബാങ്ക് ഓഫ് അമേരിക്ക ഈ 2 കമ്പനികളിലും 500 കോടി രൂപയുടെ നിക്ഷേപം നടത്തുകയുണ്ടായി. ബ്ലോക്ക് ഡീൽ വഴിയാണ് ഇത് നടത്തിയത്. ഡോക്ടർ റെഡ്ഡീസ് കമ്പനിയുടെ ലാഭം 22% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. തത്സമയം തന്നെ കമ്പനിയുടെ റവന്യൂ 20% വളർച്ച രേഖപ്പെടുത്തി. 8 രൂപ പെർ ഷെയർ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. മാഗ്മൈ ഇന്ത്യ കമ്പനിയുടെ പ്രോഫിറ്റ് 28% വളർച്ച രേഖപ്പെടുത്തി. റവന്യൂ 34% വളർച്ച രേഖപ്പെടുത്തി. GE ഷിപ്പ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 60% ഇടിവ് രേഖപ്പെടുത്തി. PFS കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 13 കോടിയിൽ നിന്ന് 58 കോടിയിലേക്ക് ഉയർച്ച രേഖപ്പെടുത്തി. ബിർള കോർപ്പറേഷൻ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 33% വളർച്ച രേഖപ്പെടുത്തി. റിലാക്സോ കമ്പനിയുടെ ലാഭം 61 കോടിയിൽ നിന്നും 59 കോടിയിലേക്ക് ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. ഈ പറഞ്ഞ എല്ലാ റിസൾട്ടുകളും Q4 ബേസ്ഡ് ആണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.
വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലയൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.